ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ എത്ര ബഡ്ജറ്റ് വേണം? ഇത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ കഥയും കഥാസന്ദർഭവും അനുസരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക. എൻ്റെ മുമ്പിലേക്ക് വരുന്ന ഷോർട്ട് ഫിലിംസിന്റെ ഒരു ഏകദേശ ബഡ്ജറ്റും കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഒന്നാമത്തെ സീറോ ബഡ്ജറ്റ് ഷോർട്ട് ഫിലിം. ഈ ഷോർട്ട് ഫിലിംസ് എല്ലാം സീറോ ബഡ്ജറ്റ് അല്ല സത്യത്തിൽ വരുന്നത്. അതായത് ഫുഡിന്റെ ഫണ്ട്, അങ്ങനെയുള്ള ഫണ്ടുകളും കാര്യങ്ങളൊക്കെ, അതായത് ഒരു 5K ഒരു 3K അല്ലെങ്കിൽ 1000 രൂപയ്ക്കൊക്കെ താഴെ ആയിട്ടായിരിക്കും ഈ പല ഷോർട്ട് ഫിലിംസും ഇറങ്ങുന്നത്. ഈ ഒരു ബഡ്ജറ്റിൽ ഇറങ്ങുന്ന ഭൂരിഭാഗം ഷോർട്ട് ഫിലിംസും എൻ്റെ ഒരു എക്സ്പീരിയൻസിലും ഞാൻ കണ്ട ഷോർട്ട് ഫിലിംസിൽ ഭൂരിഭാഗവും മോശമാണ്. പലരും ഇത് പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്നതാണ്. പക്ഷേ ഇതിലൊരു 10% ഷോർട്ട് ഫിലിം പലപ്പോഴും ഞെട്ടിച്ചിട്ടുണ്ട്. നമുക്കതൊരു സീറോ ബഡ്ജറ്റ് ഷോർട്ട് ഫിലിം ആണെന്ന് പോലും തോന്നാതെ 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം ഒക്കെ മുടക്കി ചെയ്യുന്ന ഷോർട്ട് ഫിലിം പോലെയൊക്കെ ആളുകൾ ചെയ്യാറുണ്ട്. രണ്ടാമത്തത് ലോ ബഡ്ജറ്റ് വരുന്ന ഷോർട്ട് ഫിലിം. ലോ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഒരു 10,000 രൂപ മുതൽ ഒരു 50,000 രൂപ വരെ ഉള്ളതൊക്കെ ഈ ഒരു ലോ ബഡ്ജറ്റ് കാറ്റഗറിയിലാണ്. ഇപ്പൊ ഷോർട്ട് ഫിലിമിന്റെ പുറത്തുള്ളവർക്കൊക്കെ ഇത് വലിയ എമൗണ്ട് അല്ലെന്ന് തോന്നുമെങ്കിലും ഒരു പ്രൊഡക്ഷൻ എക്സ്പെൻസ് ആ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് സത്യത്തിൽ ഇതൊരു ലോ ബഡ്ജറ്റ് ഏരിയ തന്നെയാണ്. ഈ ഒരു രീതിയിൽ ചെറിയ ചെറിയ ഷോർട്ട് ഫിലിംസ്, പിന്നെ വളരെ ദൈർഘ്യം കുറഞ്ഞ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ വരുമ്പോൾ നല്ല ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് ഞാൻ നോർമൽ ചെയ്തിട്ട് ഒരു 8 മിനിറ്റ് മുതൽ ഒരു 15-20 മിനിറ്റ് വരെയുള്ള കാറ്റഗറീസ് ആണ് ഞാൻ ഇവിടെ മൊത്തം പറയുന്നത്. അപ്പോൾ ആ രീതിയിലായിരുന്നു നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഈ ഒരു ഇതിൽ സത്യം പറയുകയാണെങ്കിൽ വളരെ കുറച്ച് ഷോർട്ട് ഫിലിംസ് മാത്രമേ ഈ ഒരു കാറ്റഗറിയിൽ പൊതുവെ ഇറങ്ങാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സ്വീറ്റ് സ്പോട്ടിലേക്കാണ് പൊതുവെ പോവാറ്. അതായത് 50,000 മേലേക്ക് വരുന്ന ഷോർട്ട് ഫിലിംസ് ആണ് ഏറ്റവും ഭൂരിഭാഗവും നമുക്ക് ആളുകൾ അയച്ചു തരുന്നതും ആക്കുന്നതും ഒക്കെ. മൂന്നാമത്തെ ഏരിയ, ഇതാണ് ഷോർട്ട് ഫിലിംസിന്റെ സ്വീറ്റ് സ്പോട്ട് എന്ന് അറിയപ്പെടുന്നത്. ഇത് ഏകദേശം ഒരു 50,000 രൂപ മുതൽ ഒരു 2 ലക്ഷം രൂപ വരെയാണ്. ഈ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ള വർക്ക്സും കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നത്. ഇപ്പോൾ ഒരുപാട് ഷോർട്ട് ഫിലിംസ് ഉണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഏറ്റവും കൂടുതൽ ക്രിയേറ്റേഴ്സ് എടുക്കുന്ന ഒരു സ്വീറ്റ് സ്പോട്ട് എന്ന് വേണമെങ്കിൽ ഈ ഒരു ഏരിയനെ പറയാം. നാലാമത്തത് 2 ലക്ഷം രൂപ മുതൽ ഒരു 14 ലക്ഷം രൂപ വരെയുള്ള ഷോർട്ട് ഫിലിംസ് ആണ് ഇപ്പം നിലവിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ 14 ലക്ഷത്തിൻ്റെ ഒക്കെ ഷോർട്ട് ഫിലിംസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതൊരു ക്വാളിറ്റി ഇല്ലാത്തൊരു വർക്കാണെന്ന് പറയുന്ന സമയത്താണ് അത് ഏറ്റവും വലിയൊരു സങ്കടം. പിന്നെ അത് കൂടാതെ ഒരുപാട് വർക്ക്സ് ഉണ്ട്. ഇപ്പം 4 ലക്ഷത്തിനാണ് ഏലിയൻ ബക്സ്പതി പോലെയുള്ള ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുള്ളത്. അതൊക്കെ ഹൈ എൻഡ്, അതായത് ഏലിയൻ ഷോർട്ട് ഫിലിമാണ്. അതൊക്കെ ആ ഒരു ക്വാളിറ്റി പലപ്പോഴും ഇത്ര ബഡ്ജറ്റ് വരുന്ന ഷോർട്ട് ഫിലിംസിൽ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇവിടൊക്കെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ സിനിമയിൽ സംഭവിക്കുന്നത് പോലെ തന്നെ കഥയാണ്. കഥയുടെ ഒരു കുറവ് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. നിങ്ങൾ എത്ര ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്? ആ ഷോർട്ട് ഫിലിമിൻ്റെ ഒക്കെ ബഡ്ജറ്റ് എങ്ങനെയാണ്? താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. കുറച്ചും കൂടി ആളുകൾക്ക് ഒന്നും കൂടി ക്ലാരിറ്റി കിട്ടും. നിങ്ങൾക്ക് ഫിലിം മേക്കിങ്ങോ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങോ ഡയറക്ഷനോ എന്തെങ്കിലും ഓൺലൈനായിട്ട് പ്രീ റെക്കോർഡഡ് ആയിട്ട് പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെയുള്ള കോണ്ടന്റ്സിനായിട്ട് ഫോളോയും സബ്സ്ക്രൈബും ചെയ്യുന്ന കാര്യം പ്രത്യേകം പരിഗണിക്കുക.